10 വർഷക്കാലത്തെ ഈ ദുർഭരണം കേരളത്തിലെ ജനങ്ങൾ അവരുടെ മനസ്സാക്ഷിയുടെ കോടതിയിൽ വിചാരണ ചെയ്യാൻ പോകുന്ന സുദിനങ്ങളാണ് ഈ വരാനിരിക്കുന്നത്. സകല മേഖലയും തകർത്തു തരിപ്പണമാക്കിയ ഒരു സർക്കാർ. ഞാൻ പറഞ്ഞു, ജനങ്ങൾ പൊറുതിമുട്ടുമ്പോൾ, ജനങ്ങൾ സങ്കടപ്പെടുമ്പോൾ അവർ തെരഞ്ഞെടുത്തൊരു ഗവൺമെന്റിന്റെ സാന്നിധ്യം അവർ ആഗ്രഹിക്കും. അങ്ങനെ ഉണ്ടായോ? അങ്ങനെ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, സർക്കാർ ഇല്ലായ്മയാണ് ഈ സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമുദ്ര. എല്ലാം വെട്ടി മാറ്റുന്ന കൊള്ളക്കാരുടെ സർക്കാർ ഇത് അവസാനമായപ്പോൾ മാറി. ഏതെല്ലാം രീതിയിലാണ് നാടിനെ കൊള്ളയടിക്കാൻ പറ്റുന്നത്, അങ്ങനെ ആഴത്തിലുള്ള കൊള്ളയടിക്കലായിരുന്നു ഇവരുടെ എല്ലാ കേന്ദ്രീകരണവും. ഞാൻ ചോദിക്കട്ടെ, ഒരു വലിയ നട്ടെല്ലെന്ന് പറയുന്നത് അതിന്റെ സമ്പത്ത്. ആ സമ്പദ് വ്യവസ്ഥ, നട്ടെല്ല് തകർത്തു തരിപ്പണമാക്കിയിട്ടാണ് ഇവർ പോകുന്നത്. അടുത്ത മാസം കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അധികാരത്തോട് സലാം പറയും. ജനങ്ങൾ പറയിപ്പിക്കും. പക്ഷെ പോകുമ്പോൾ 6 ലക്ഷം കോടി രൂപയുടെ കടബാധ്യത കെട്ടിവെച്ചിട്ടാണ് പോകുന്നത്. കടത്തിന്റെ കാണാ കയങ്ങളിലേക്ക് കേരളത്തെ ചവിട്ടിത്താഴ്ത്തി. KSRTC തകർത്തു. വൈദ്യുതി ബോർഡ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ലാഭത്തിലായിരുന്നു. അതിപ്പോൾ 50,000 കോടി രൂപയുടെ കടമാക്കി. സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് കൊടുക്കാനുള്ളത് 2,500 കോടി. മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് കൊടുക്കാനുള്ളത് 1,500 കോടി. കാരുണ്യ ബെനവലന്റ് പദ്ധതിക്ക് കൊടുക്കാനുള്ളത് 1,200 കോടി. ക്ഷേമനിധികളിൽ നിന്ന് പോലും പണമെടുത്തുകൊണ്ടുപോയി. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി തകർന്നു. ചുമട്ടു തൊഴിലാളി ക്ഷേമനിധിയിൽ പ്രശ്നമായി. 7 ക്ഷേമനിധികൾ തകർത്തു. ജീവനക്കാർക്കും പെൻഷൻകാർക്കും അധ്യാപകർക്കും കൂടി 1 ലക്ഷം കോടി രൂപ കൊടുക്കാൻ ബാക്കി വെച്ചിട്ടാണ് ഇവർ പോകുന്നത്. കടമെടുത്തെടുത്തെടുത്ത് അവസാനം 10,000 കടമെടുക്കാനുള്ള അവസാനത്തെ ശ്രമമാണ്. എന്നിട്ട് ഈ നികുതി പണം വെച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താൻ എന്താണ് നവകേരള സർവേ. എവിടെന്നാ തുടങ്ങുന്നറിയോ? CPM-ന്റെ AKG സെന്ററിൽ നിന്ന്. അവിടെ നിന്നാണ് നവകേരള സർവേ. DYFI-കാരെയും CPM-കാരെയും വീട്ടിൽ വോളണ്ടിയർമാരെ എടുക്കണം. അവർക്ക് പൈസ കൊടുക്കണം. പൈസ കൊടുക്കണം ആരാ? എന്താണ് ഇവര് വീട്ടിൽ പോയി സർവേ നടത്തുന്നത്? ഇവർ ഈ സർക്കാരിന്റെ പ്രചരണമാണ് വീടുകളിൽ നടത്തുന്നത്. എന്നിട്ട് പണം കൊടുക്കേണ്ടത് ഞാനും അടയ്ക്കുന്ന നികുതി പണം. നമ്മളത് കോടതിയിൽ ചോദ്യം ചെയ്തു. നമ്മുടെ KSU പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും കോടതി ഉത്തരവിലൂടെ റദ്ദാക്കി. നവകേരള സർവേ നാട്ടുകാരുടെ പൈസ കൊടുത്തിട്ട് വേണ്ടെന്ന് പറഞ്ഞു. CPM-ന്റെ സർക്കുലർ നമ്മൾ കോടതിയിൽ ഹാജരാക്കി. എന്നിട്ട് സ്റ്റേറ്റ് മുഴുവൻ കോടികൾ മുടക്കി ഫ്ലെക്സ് ബോർഡ് വെച്ചിരിക്കുക. 5 പൈസ ഇല്ലാതെ ഗജാവിൽ പൂച്ച പെറ്റി അടക്കുക. എല്ലാം ശരിയാക്കിയെന്നാണ് പറയുന്നത്. അത് ശരിയാണ്. എല്ലാം ശരിയാക്കിയിട്ടാണ് ഈ ഒടുക്കത്തെ പോക്ക്